നമസ്കാരം. യുവ അഭിഭാഷകയെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമം കാട്ടിയെന്ന കേസിൽ പ്രതിയായ മുതിർന്ന അഭിഭാഷകനും CPM നേതാവുമായ ഷാനവാസ് ഖാനെ രക്ഷിക്കാൻ മറ്റൊരു മുതിർന്ന അഭിഭാഷകന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നതായി ആരോപണം. മുൻകൂർ ജാമ്യത്തിന് ഹർജി ഫയൽ ചെയ്യുന്നതിനായി ഹൈക്കോടതിയിലെ അഭിഭാഷകനെ സമീപിച്ചെങ്കിലും അദ്ദേഹം സാവകാശം ആവശ്യപ്പെട്ടു. ഇതോടെ ഷാനവാസ് ഖാന്റെ മകൾ തന്നെ വക്കാലത്ത് ഏറ്റെടുത്തു. കൊല്ലം കോടതിയെ സമീപിക്കും എന്നാണ് വിവരം. ബാർ കൗൺസിൽ മുൻ ചെയർമാനാണ് ഷാനവാസ് ഖാൻ. കഴിഞ്ഞ 14-ാം തീയതി വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ യുവതിയെ ബലമായി ആലിംഗനം ചെയ്തു എന്നാണ് പരാതി. യുവതി ഭർത്താവിനോട് വിവരം പറയുകയും കേസുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയും ചെയ്തു. എന്നാൽ രാഷ്ട്രീയക്കാരുടെ അടക്കം സമ്മർദ്ദം വന്നതിനാൽ ആദ്യം യുവതി പരാതി നൽകിയിരുന്നില്ല. ബാർ അസോസിയേഷൻ യോഗത്തിൽ വെച്ച് പരസ്യമായി മാപ്പ് പറയണം എന്ന യുവതിയുടെ ആവശ്യം ആദ്യം ഷാനവാസ് ഖാൻ അംഗീകരിച്ചിരുന്നു. കഴിഞ്ഞ 20-ന് അതിന് വേദി നിശ്ചയിച്ചു. എന്നാൽ തക്ക സമയത്ത് ഇദ്ദേഹം കാലുമാറിയതോടെയാണ് യുവതി പരാതിയുമായി മുന്നോട്ട് പോയത്. നോട്ടറി അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ടാണ് യുവതി ഷാനവാസ് ഖാന്റെ വീട്ടിൽ പോയത്. 2 മാസം ഗർഭിണിയായ യുവതി അവിടെ എത്തിയപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരണം എന്ന് ഷാനവാസ് ഖാൻ ആവശ്യപ്പെട്ടു. യുവതി വഴങ്ങാതെ വന്നപ്പോൾ ബലമായി കെട്ടിപ്പിടിച്ച് യുവതിയെ ചുംബിക്കുകയായിരുന്നു എന്നാണ് പരാതി. വിവരം യുവതി വീട്ടിൽ അറിയിച്ചു എന്ന് മനസ്സിലാക്കിയ അഭിഭാഷകൻ പിറ്റേന്ന് രാവിലെ യുവതിയെ ഫോണിൽ വിളിച്ച് മാപ്പ് പറഞ്ഞു. തൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്ത വിധമായിരുന്നു ഇയാളുടെ സംഭാഷണം. സഹോദരിയോടെന്ന പോലെ ആണ് കെട്ടിപ്പിടിച്ചത് എന്നാണ് ഇയാളുടെ വാദം. മോൾക്കെന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചു എന്ന് പറഞ്ഞാണ് ഇയാൾ സംഭാഷണം തുടങ്ങുന്നത്. ഞാൻ മോളോട് മോശമായി പെരുമാറിയെന്ന് വർമ്മയോട് പറഞ്ഞു. മോശമായിട്ട് പെരുമാറാതെ അല്ലല്ലോ ഞാൻ പറഞ്ഞത് എന്ന് യുവതി തിരിച്ച് ചോദിക്കുന്നതും ഫോൺ സംഭാഷണത്തിൽ കേൾക്കാം. കേസിൽ നിന്ന് അഭിഭാഷകനെ രക്ഷിക്കാൻ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം തന്നെ ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. പ്രമാദമായ പല കേസുകളിലും സർക്കാരിനു വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ നേതൃത്വത്തിലാണ് അട്ടിമറി ശ്രമം നടക്കുന്നത്. അനുനയ ശ്രമം പാളുകയും യുവതി നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതോടെ വലിയൊരു വിഭാഗം അഭിഭാഷകർ ഇവർക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഷാനവാസ് ഖാന്റെ വീട്ടിൽ മഹസർ എഴുതാൻ കൊല്ലത്തെ പ്രമുഖ സർക്കാർ അഭിഭാഷകന്റെ തിരക്കഥ പ്രകാരം എത്തിയ പോലീസിനെ പരാതിക്കാരിയെ അനുകൂലിക്കുന്ന അഭിഭാഷകർ തടഞ്ഞു. തങ്ങളെയും മഹസർ സാക്ഷിയാക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു തർക്കമുണ്ടായത്. കേരളത്തിലെ പല പ്രമുഖ കേസുകളിലും സർക്കാരിനു വേണ്ടി ഹാജരായ സർക്കാർ വക്കീലാണ് പോലീസുമായി ഒത്തുചേർന്ന് പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ആക്ഷേപം. അഭിഭാഷക വൃത്തിയിൽ അരനൂറ്റാണ്ട് തികയ്ക്കാൻ 1 മാസം ബാക്കിയുള്ളപ്പോഴാണ് ഷാനവാസ് ഖാൻ ഇപ്പോൾ പീഡനക്കേസിൽ അകപ്പെട്ടിരിക്കുന്നത്. CITUവിൻ്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ഷാനവാസ് ഖാൻ. 354 അടക്കം വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2019 ഫെബ്രുവരി മുതൽ 2020 ഫെബ്രുവരി വരെ ഷാനവാസ് ഖാൻ ബാർ കൗൺസിൽ ചെയർമാനുമായിരുന്നു. 2 മാസം മുൻപ് വരെ ബാർ കൗൺസിൽ അച്ചടക്ക സമിതിയുടെ ചെയർമാനുമായിരുന്നു ഇദ്ദേഹം. കൊല്ലത്ത് ഇതിനു മുൻപ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ S. അനീഷ്യ സഹപ്രവർത്തകരുടെ ക്രൂരമായ മാനസിക പീഡനം മൂലം ആത്മഹത്യ ചെയ്ത വാർത്തയും ഏറെ ചർച്ചയായിരുന്നു. സഹപ്രവർത്തകരിൽ നിന്ന് ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും അനുഭവിക്കുന്ന വനിതാ അഭിഭാഷകരുടെ എണ്ണം ഏറി വരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. സ്വതന്ത്രമായി ജോലി ചെയ്യാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ സീനിയർമാരും അതുപോലെ തന്നെ മുതിർന്ന അഭിഭാഷകരുമൊക്കെ തന്നെ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നുണ്ട് എന്ന വിവരമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അഭിഭാഷക വൃത്തിയിൽ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് അനുവദിക്കുന്നില്ല എന്ന പരാതി നേരത്തെ ഉണ്ടായിരുന്നു. പലതരത്തിൽ മാനസികമായും ശാരീരികമായും പീഡനം നേടുന്ന അഭിഭാഷകമാർ എല്ലാ കോടതികളിലും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായി വരുമാനമോ കാര്യമോ ലഭിക്കുന്നില്ല. മാത്രമല്ല ഇത്തരം സീനിയർ അഭിഭാഷകരിൽ നിന്ന് പ്രായോഗിക ബുദ്ധിമുട്ടും ഇവർക്കുണ്ടാകുന്നു എന്ന റിപ്പോർട്ടും ഉണ്ടായിരുന്നു.